Hello students, welcome to the first session of the fourth module. So fourth module is about compressor. So have you heard of compressor? So far we have been discussing about hydraulic machinery. Even though the subject name is fluid machinery, we were particularly concentrating on hydraulic devices or hydraulic machines. So what do you mean by hydraulic machines? The hydraulic machines are those dealing with the working fluid is water. The working fluid is water, okay, or mainly water, or we can assume it as a liquid also, okay, liquid. But now we are dealing with machines whose working fluid is air or gas, okay, air or gas. So compressor is a device which use working fluid, which use the air as working fluid, okay, air as working fluid. So what do you mean by compression? എന്താണ് കംപ്രഷൻ? ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദി പ്രഷർ ഓഫ് എയർ എയർ ഗ്യാസ് ഓർ വേപ്പർ ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് വോളിയം ഈസ് കോൾഡ് കംപ്രഷൻ. എന്താണ്? നമുക്ക് എയറിൻ്റെയോ ഗ്യാസസിൻ്റെയോ അല്ലെങ്കിൽ വേപ്പേഴ്സിൻ്റെയോ പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കുന്ന പ്രോസസ്സ്. എങ്ങനെ? വോളിയം കുറച്ചിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? കംപ്രഷൻ എന്ന് പറയുക. സോ ഇൻ ദ പ്രോസസ് ഓഫ് കംപ്രഷൻ ഡെഫിനറ്റ്ലി ദ വോളിയം വിൽ ഡിക്രീസ് ആൻഡ് പ്രഷർ വിൽ ഇൻക്രീസ്, അല്ലേ? വോളിയം എന്താവും? വോളിയം ഡിക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ ദി ഡിവൈസ് യൂസ്ഡ് ഫോർ ദിസ് ഈസ് കോൾഡ് കംപ്രസർ. കംപ്രസർ എന്ന് വെച്ചാൽ കംപ്രസർ ഈസ് ദാറ്റ് ഡിവൈസ് വിച്ച് ഇൻക്രീസസ് ദ പ്രഷർ ഓഫ് എയർ ഗ്യാസ് ഓർ വേപ്പർ ബൈ ഡിക്രീസിങ് ഇറ്റ്സ് വോളിയം. ശ്രദ്ധിക്കണം, നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ കേസിൽ നമ്മൾ ലിക്വിഡ്സിൻ്റെ, അതായത് വാട്ടറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഡിവൈസ് ഏതായിരുന്നു? പമ്പായിരുന്നു. സോ പമ്പിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ ഗ്യാസസിൻ്റെ കേസിൽ പമ്പ് എന്ന് പറയുന്നത് കംപ്രസറാണ്. പമ്പ് യൂസ് ചെയ്യാറില്ല. ഗ്യാസസിൻ്റെ കേസിൽ വി ഡോണ്ട് യൂസ് പമ്പ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ലിക്വിഡ് ഓർ വാട്ടർ ഫോർ റേസിങ് ഇറ്റ്സ് പ്രഷർ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നത് പമ്പ് യൂസ് ചെയ്ത്. ഇവിടെ നമുക്ക് ഗ്യാസസിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കംപ്രസേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. സോ ഈ കംപ്രസർ യൂസ് ചെയ്യുന്ന എന്തൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂമാറ്റിക് ബ്രേക്സ്. നിങ്ങൾക്ക് ന്യൂമാറ്റിക് സിസ്റ്റംസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പ്രഷറൈസ്ഡ് എയർ ഗ്യാസ് ഓർ വേപ്പർ യൂസ് ചെയ്യുന്ന ഡിവൈസസ് മെഷീൻസാണ് ന്യൂമാറ്റിക് സിസ്റ്റംസ്. ഹൈഡ്രോളിക് സിസ്റ്റംസ് പോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റംസും ഉണ്ട്. നിങ്ങൾ ചിലപ്പം ബസ്സസിൻ്റെ ഒക്കെ ഓട്ടോമാറ്റിക് ഡോസ് തുറക്കുന്നില്ലേ, അതൊക്കെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ബേസിൽ, അതായത് എയർ പ്രഷർ കാരണമാണ് ഇത് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് നടക്കുന്നത്. എയർ പ്രഷർ കാരണം പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിക്വയർഡ് മോഷൻ കിട്ടുന്നത്. സോ ന്യൂമാറ്റിക് ബ്രേക്സ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്കിൻ്റെ പെഡലിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കംപ്രസ്ഡ് എയർ പാസ് ആയിട്ടാണ് ആ ബ്രേക്സിൻ്റെ മോഷൻ, ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് റിലീസ് ചെയ്യുന്നതൊക്കെ ആ കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷർ കാരണം. സോ ന്യൂമാറ്റിക് ബ്രേക്സ്, അതേപോലെ ന്യൂമാറ്റിക് ഡ്രിൽസ്, അതായത് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻസ് പ്രവർത്തിക്കാം. ന്യൂമാറ്റിക് ജാക്സ്, ജാക്സ് ഫോർ ലിഫ്റ്റിംഗ് ദി വെഹിക്കിൾസ്. ആൻഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ, എയർ കണ്ടീഷൻ സിസ്റ്റത്തിലൊക്കെ നമുക്ക് കംപ്രസേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. റെഫ്രിജറേഷൻ നിങ്ങൾ വരുന്ന സമയങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ കംപ്രസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കും. ആൻഡ് there are various other applications like spray painting, pneumatic lifts, supercharging of internal combustion engine. If you have learned about combustion IC engines, there is a function called supercharging. For supercharging, compressor is required. So lot of applications are there for compressors. Okay, now we'll move to the classification of compressor. So based on different criteria, compressors can be classified. First criteria is based on the design. According to design, there are two types of compressor. One is reciprocating and another is rotary. As we have studied in the case of pump, there are two types of pump. One is reciprocating pump, another is centrifugal pump. So centrifugal pump is a rotary pump. Okay. അതേപോലെ ഇവിടെ കംപ്രസറും റോട്ടറി കംപ്രസറും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറും ഉണ്ട്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പിസ്റ്റൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് കംപ്രസ് ചെയ്യാം, അല്ലേ? പിസ്റ്റൺ നമ്മൾ ഒരു സ്പേസിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ആ പിസ്റ്റൺ അതിന് ഒരു ഫോർവേഡ് മോഷനിൽ അതിനെ കംപ്രസ് ചെയ്യും, ബാക്ക്വേർഡ് മോഷനിൽ നമുക്ക് സക്ക് ചെയ്യാം.
അങ്ങനെയുള്ള പ്രോസസ്സാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ. റോട്ടറി എന്ന് വെച്ചാൽ നമുക്ക് ഈ വെയിൻസിൻ്റെ നമ്മൾ വെയിൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു വോർട്ടെക്സ് മോഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ കംപ്രസറിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ വി വിൽ ബി ലേണിംഗ് അബൌട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ വി വിൽ ലേണിംഗ് അബൌട്ട് റോട്ടറി പമ്പ്. So based on action, another criteria, second criteria is based on action. There are single acting, actually reciprocating പമ്പിലാണ് ഇത് വരുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ടു ടൈപ്സ് ഓഫ് എന്തുണ്ട് കംപ്രസേഴ്സ് ഉണ്ട്. സിംഗിൾ ആക്ടിങ് ആൻഡ് ഡബിൾ ആക്ടിങ്. സിംഗിൾ ആക്ടിങ് എന്ന് വെച്ചാൽ സപ്പോസ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഗ്യാസ് സക്ക് ചെയ്യുന്നുള്ളൂ, ഗ്യാസ് ഡെലിവറി ഉള്ളൂ എങ്കിൽ സിംഗിൾ ആക്ടിങ്. സപ്പോസ് ഇതിൻ്റെ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലേക്ക് കൂടെ നമുക്ക് ഡെലിവറിയും സക്ഷനും ഉണ്ടെങ്കിൽ ദറ്റ് വിൽ ബി ഡബിൾ ആക്ട്. ബേസ്ഡ് ഓൺ സ്റ്റേജസ്, തേർഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റേജസ്. സിംഗിൾ സ്റ്റേജ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് ഉണ്ട്. സിംഗിൾ സ്റ്റേജ് വെച്ചാൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസിൽ ഒരു സിംഗിൾ സിലിണ്ടർ മാത്രമാണെങ്കിൽ സിംഗിൾ സിലിണ്ടർ, അതായത് സപ്പോസ് ഒരു സിലിണ്ടർ ഉണ്ട്, ഈ സിലിണ്ടറിൽ എന്താണ് ദിസ് ഈസ് സക്ഷൻ, ദിസ് ഈസ് ഡെലിവറി. ഓക്കെ. പക്ഷെ മൾട്ടി സ്റ്റേജിൽ വെച്ചാൽ ഇവിടെ ഒരു സക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡെലിവറി. ഈ ഡെലിവറി അടുത്തൊരു എന്താണ് അടുത്തൊരു സിലിണ്ടറിലേക്ക് സിലിണ്ടറിന് വീണ്ടും ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് സിലിണ്ടർ ഉണ്ടെങ്കിൽ അത് മൾട്ടി സ്റ്റേജ്. അപ്പോൾ മൾട്ടി സ്റ്റേജിന് നമുക്ക് ഇറ്റ് ക്യാൻ ബി സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ. ഇപ്പോൾ സീരീസ് കണക്ഷനിൽ ആക്ച്വലി സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ സീരീസ് കണക്ഷൻ ഉണ്ടാവും. നമ്മൾ പമ്പ്സിൻ്റെ കേസിൽ സീരീസും പാരലലും ഉണ്ടാകും. അപ്പോൾ ആക്ച്വലി ഈ സിംഗിൾ സ്റ്റേജ് യൂസ് ചെയ്യുന്നത് കംപ്രഷൻ റേഷ്യോ. എന്താണ് ഈ കംപ്രഷൻ റേഷ്യോ എന്നുള്ളത് പഠിക്കാം. കംപ്രഷൻ റേഷ്യോ കംപ്രഷൻ റേഷ്യോ 5 വരെയാണ് സിംഗിൾ സിലിണ്ടർ. അപ്പം കംപ്രഷൻ റേഷ്യോ കൂട്ടാനാണ് മൾട്ടി സ്റ്റേജ് കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 5 കംപ്രഷൻ, CR ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ മൾട്ടി സ്റ്റേജ്, CR ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ സിംഗിൾ സ്റ്റേജ്. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ ബേസ്ഡ് ഓൺ പ്രഷർ ലിമിറ്റ്, ലോ പ്രഷർ കംപ്രസേഴ്സ് ഉണ്ടാവും. അപ് ടു നമ്മൾ മാക്സിമം പ്രഷർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 bar. മീഡിയം പ്രഷർ എന്ന് വെച്ചാൽ 1 to 8 bar നമുക്ക് പ്രഷർ അച്ചീവ് ചെയ്യണം. നമുക്ക് കംപ്രസർ എന്ന് വെച്ചാൽ പ്രഷർ അച്ചീവ് ചെയ്യുന്ന ഡിവൈസ് അല്ലേ, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസ് അല്ലേ. അപ്പോൾ 1 bar വരെയുള്ള പ്രഷറിന് ലോ പ്രഷർ കംപ്രസർ എന്ന് വിളിക്കാം. മീഡിയം പ്രഷർ എന്ന് വെച്ചാൽ 1 to 8 bar ആണ്. ഗ്രേറ്റർ ദാൻ 8 bar ആണ് ഇത് ഹൈ പ്രഷർ. ഓക്കെ. സിമിലർലി ബേസ്ഡ് ഓൺ കപ്പാസിറ്റി, ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷൻ ലോ കപ്പാസിറ്റി കംപ്രസറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വോളിയം ഓഫ് എയർ ഡെലിവേർഡ്, നമ്മൾ എത്ര വോളിയം ഡെലിവറി ചെയ്യുന്നത്. അപ്പം ലെസ് ദാൻ ഈക്വൽ ടു 1.5 m³/s വോളിയം റേറ്റ് ആണ്, വോളിയം ഡിസ്ചാർജ് റേറ്റ് ആണ്. അത് 1.5 m³/s വരെ നമുക്കത് ലോ കപ്പാസിറ്റി എന്ന് വിളിക്കാം. 0.15 to 5 m³/s നമുക്ക് മീഡിയം എന്ന് വിളിക്കാം. ഗ്രേറ്റർ ദാൻ 5 m³/s ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൈ കപ്പാസിറ്റി എന്ന് വിളിക്കാം. ഹൈ കപ്പാസിറ്റി. So these are the classification of compressors. Now we will move to the reciprocating. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റോട്ടറി കംപ്രസറും റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറും സെപ്പറേറ്റ് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സിലേക്കാണ് പോകുന്നത്. സോ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് എന്താണ്? റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് ടേക്സ് എയർ ഓർ ഗ്യാസ് ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, ഇറ്റ് ഈസ് എ മെഷീൻ that takes in air during suction stroke at low pressure. അപ്പോൾ ലോ പ്രഷറിലെ എയർ സക്ഷൻ സ്ട്രോക്കിൽ ഉള്ളിലേക്ക് എടുക്കും. ആൻഡ് ദെൻ എന്ത് ചെയ്യും? ആൻഡ് ദെൻ കംപ്രസസ് ഇറ്റ് ടു high pressure
പിന്നെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റാണ് ഒരു കംപ്രസറിനെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആക്കുന്നത്. പിസ്റ്റൺ സിലിണ്ടർ. ഈ പിസ്റ്റൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനാണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഒരു സക്ഷൻ സ്ട്രോക്കിൽ എന്ത് എടുക്കും? ഗ്യാസിനെ ഉള്ളിലേക്ക് എടുക്കും. അത് ലോ പ്രഷർ ഗ്യാസ് ആയിരിക്കും. ആ സക്ക് ചെയ്തിട്ട് എടുത്ത ഗ്യാസിന് നമ്മൾ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് വോളിയം ഡിക്രീസ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി വാൾവിൽ കൂടെ നമ്മൾ പമ്പിൽ പഠിച്ച പോലെ തന്നെ ഡെലിവറി വാൾവ് ഓപ്പണായി പുറത്തേക്ക് ഹൈ പ്രഷർ ഗ്യാസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. സോ ദർ ആർ ലോട്ട് ഓഫ് നമ്മൾ ഓൾറെഡി പഠിച്ചു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സിൻ്റെ സിംഗിൾ ആക്ടിംഗ് ഉണ്ട്, ഡബിൾ ആക്ടിംഗ് ഉണ്ട്, അതേപോലെ സിംഗിൾ സ്റ്റേജ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് ഉണ്ട്. ഓക്കെ, നമുക്ക് വർക്കിങ്ങിലേക്ക് പോവാം. സോ വർക്കിംഗ് ഓഫ് സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റ്. നമ്മൾ സിംഗിൾ സ്റ്റേജ് സിംഗിൾ ആക്ടിംഗ് ആണിത്. സിംഗിൾ ആക്ടിംഗ് കംപ്രസേഴ്സ് ആണിത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇതാണ് സക്ഷൻ വാൾവ്. ഇവിടെ സക്ഷൻ വാൾവ് ഉണ്ട്, ഇവിടെ ഒരു ഡെലിവറി വാൾവ് ഉണ്ട്. ഇതാണ് പിസ്റ്റൺ. ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഒരു ക്രാങ്കിൻ്റെ റൊട്ടേഷൻ. അപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പിസ്റ്റൺ താഴേക്ക് മുകളിലേക്ക് മൂവ് ചെയ്യണം. മുകളിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ പിസ്റ്റൺ ഷുഡ് ബി കണക്റ്റഡ് ടു എ ക്രാങ്ക്. സോ എ ക്രാങ്ക്. അപ്പോൾ ക്രാങ്കിൽ വെച്ചാൽ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് വേണം. ഈ ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുന്നത് വെച്ചാൽ നമ്മളൊരു ഇലക്ട്രിക് മോട്ടോർ യൂസ് ചെയ്തിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് തിരിക്കും. മോട്ടോർ യൂസ് ചെയ്തിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് തിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുമ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്തിട്ട് പിസ്റ്റണെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൺ താഴേക്കും മുകളിലേക്കും ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ വർക്കിംഗ്. അപ്പോൾ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്തൊക്കെ കോമ്പണൻ്റ് ഉണ്ടെന്ന് പഠിച്ചു. എന്തൊക്കെയുണ്ട്? സിലിണ്ടർ ഉണ്ട്. ഇത് ക്രാങ്ക് കേസാണ്. ക്രാങ്ക് കേസ് അടക്കമാണ് സിലിണ്ടർ എന്ന് പറയാം. ഓക്കെ, സോ പിസ്റ്റൺ ഉണ്ട്, കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ദർ ഇസ് എ ക്രാങ്ക് ആൻഡ് ഇൻലെറ്റ് ആൻഡ് ഡെലിവറി ആൻഡ് സക്ഷൻ വാൾവ് ഓർ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൾവ്സ്. അപ്പോൾ ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് ഈ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ ഈ സക്ഷൻ വാൾവ് ഓപ്പൺ ആകുമ്പോൾ ഒരു ലോ പ്രഷർ എയർ ഓർ ഗ്യാസ് ഉള്ളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അകത്തെ പ്രഷർ കുറയുന്നില്ല. പ്രഷർ കുറയുമ്പോൾ സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള എയർ ഉള്ളിലേക്ക് സക്ക് ചെയ്യപ്പെടും, അല്ലേ? സക്ഷൻ വിൽ ടേക്സ് പ്ലേസ്. ഓക്കെ, ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ദ സിലിണ്ടർ ഫോൾസ് ബിലോ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. അത് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രഷർ വേക്കം പ്രഷറാവും. അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി താഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറുള്ള എയർ ഉള്ളിലേക്ക് സക്ക് ചെയ്യപ്പെടും. സോ ദ ഇൻലെറ്റ് വാൾവ് ഓപ്പൺസ് ആൻഡ് ദ എയർ ഫ്രം atmosphere is sucked into the cylinder until the piston reaches the BDC or bottom dead center. പിസ്റ്റൺ ഏറ്റവും താഴത്തെ പൊസിഷനിൽ എത്തുമ്പോഴേക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ള് എന്തായി? ഇതിൻ്റെ അകത്ത് ഫുള്ള് എയർ വന്നു. ഓക്കെ, എയർ വന്ന് നിറഞ്ഞ് അടുത്തതാണ് എന്ത്? ഡെലിവറി. അപ്പോൾ എയർ വന്ന് നിറയുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യും? ഈ സക്ഷൻ വാൾവ് പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് എത്തുമ്പോൾ സക്ഷൻ വാൾവ് ക്ലോസ് ആവും. ഓക്കെ, പക്ഷേ ഈ സമയത്ത് ഡെലിവറി വാൾവ് റിമെയിൻസ് ക്ലോസ്. ഡെലിവറി വാൾവ് ഓപ്പൺ ആയിരിക്കില്ല. ഈ സക്ഷൻ്റെ സമയത്ത് ഡെലിവറി വാൾവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്തതെന്താവും? ഈ പിസ്റ്റൺ ഏറ്റവും താഴത്തെ പൊസിഷനിലെത്തി. ഇനി ഇത് വീണ്ടും തിരിയുമ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞതായി ഇവിടെ എത്തുമ്പോഴേക്ക് പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ട്രാപ്ഡായ ഗ്യാസസ് എന്ത് സംഭവിക്കും? മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പിന്നെ രണ്ട് വാൾവും ക്ലോസ് ആണ്. ഇതിങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട ഗ്യാസസ് ദ വോളിയം ഈസ് ഗെറ്റിംഗ് ഡിക്രീസ് ആൻഡ് ദ പ്രഷർ വിൽ ഗെറ്റ് ഇൻക്രീസ്, അല്ലേ? പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ ഗോസ് ഓൺ ഇൻക്രീസിങ് ടിൽ ഇറ്റ് റീച്ചസ് ദ റിക്വയർഡ് ഡിസ്ചാർജ് പ്രഷർ. അപ്പോൾ നമുക്കൊരു റിക്വയർഡ് പ്രഷർ, ഏത് പ്രഷറിലേക്കാണോ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ പ്രഷർ എത്തും വരെ എന്ത് സംഭവിക്കും? ഈ ദ വാൾവ്സ് റിമെയിൻസ് ക്ലോസ് ആൻഡ് ആ ഒരു പ്രഷർ എത്തിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ ഈ കംപ്രസ്ഡ് എയർ ഈസ് ഡെലിവേർഡ് ടു ദി ഡെലിവറി പൈപ്പ്. ഓക്കെ, ഇങ്ങനെ സൈക്കിൾ വിൽ റിപ്പീറ്റ്. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ്. നിങ്ങൾക്കറിയാം പമ്പിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ സെയിം
പ്രിൻസിപ്പിളായിരുന്നു വർക്കിംഗ് ഒക്കെ. ഓക്കെ, സോ നമ്മൾ വർക്കിംഗ് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കാം. ഫസ്റ്റ് സക്ഷൻ പ്രഷർ. സക്ഷൻ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂ അറിയില്ലേ? അബ്സല്യൂട്ട് പ്രഷർ of air at the inlet of compressor. അപ്പോൾ അത് നമ്മൾ P1 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇതാ കംപ്രസർ എന്ന് വെച്ചാൽ എയർ ഇൻടേക്ക് P1 V1 T1 എന്നുള്ളൊരു പ്രഷർ, സ്പെസിഫിക് വോളിയം, ടെമ്പറേച്ചർ, ഒരു ഇനീഷ്യൽ വാല്യൂ അതായിരുന്നു. അതിനെ കംപ്രസറിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന കംപ്രസ് ചെയ്യാൻ വിത്ത് P2 V2 T2 എന്നുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ P1 ആണ് സക്ഷൻ പ്രഷർ. ഏത് പ്രഷറിലാണോ എയർ ഈസ് അറ്റ് ഇൻലെറ്റ്, കംപ്രസറിൻ്റെ ഇൻലെറ്റിലുള്ള എയറിൻ്റെ പ്രഷറാണ് P1 അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ. സെക്കൻഡ് ഡിസ്ചാർജ് പ്രഷർ. ഡിസ്ചാർജ് പ്രഷർ നിങ്ങൾക്കറിയാം, ഔട്ട്ലെറ്റ് പ്രഷർ ഓഫ് കംപ്രസർ. pressure at outlet of the compressor. That is, take it as P2. Okay, P2. Now what is compression ratio? Important term, compression ratio or pressure ratio എന്ന് പറയാറുണ്ട്. pressure ratio വെച്ചാൽ P2 by P1. അതിന് നമ്മൾ R എന്നാണ് ഡിനോട്ട് ചെയ്യുക. R is equal to P2 by P1. That means the ratio of absolute discharge pressure to the absolute suction pressure. ഇതും അബ്സല്യൂട്ട് വാല്യൂ ആണ്. അബ്സല്യൂട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ഒറിജിനൽ വാല്യൂ ആണ്. നമ്മൾ ഗേജ് വാല്യൂവും മറ്റേ വാക്വം പ്രഷർ ഗേജ് പ്രഷർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. എന്ന് വെച്ചാൽ ഗേജ് പ്രഷർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കാട്ടി എത്ര കൂടുതലാണെന്നില്ല, റിലേറ്റീവ് വാല്യൂ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് 1 അറ്റ്മോസ്ഫിയർ ആണെന്ന് അറിയാം. അതിനെക്കാട്ടി എത്ര കൂടുതലാണ് ആക്ച്വൽ വാല്യൂ. ആ കൂടിയ വാല്യൂ മാത്രം എത്രത്തോളം കൂടുതലുണ്ട് ആ വാല്യൂ ആണ് ഗേജ് വാല്യൂ. വാക്വം എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിന് എത്രത്തോളം കുറവുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിന് റിലേറ്റീവായിട്ട് പറയുന്ന വാല്യൂസാണ് നമ്മൾ ഗേജ് വാല്യൂ അല്ലെങ്കിൽ വാക്വം പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്, അതിൻ്റെ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് ഒന്നല്ല, അതിൻ്റെ ഡയറക്റ്റ് വാല്യൂ, അതാണ് അബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, സോ പ്രഷർ റേഷ്യോ എന്താണ് മനസ്സിലായി? റേഷ്യോ ഓഫ് discharge pressure to the delivery pressure or discharge pressure to the suction pressure. So that is the compression ratio. അപ്പോൾ നമുക്കറിയാം P2 will be always more than P1. കാരണം നമ്മളെപ്പോഴും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസാണ് കംപ്രസർ. അപ്പോൾ ആറിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഇമ്പോർട്ടൻ്റ് ആണ്, ആറിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അടുത്തത് സക്ഷൻ വോളിയം. എന്താണ് സക്ഷൻ വോളിയം? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ sucked by compressor during suction stroke. So the suction volume is volume of air sucked by compressor during suction stroke. അപ്പോൾ എന്താണ് സക്ഷൻ സ്ട്രോക്കിൽ എത്രത്തോളം ആക്ച്വൽ വോളിയം ഓഫ് എയർ, എത്ര വോളിയം ഓഫ് എയർ ഉള്ളിലേക്ക് സക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അതാണ് സക്ഷൻ വോളിയം. അടുത്തത് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ്. പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ വോളിയം സ്വെപ്റ്റ് by the piston from its top dead center. ഈ ഡെഡ് സെൻറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ IC എഞ്ചിനിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? അത് തെർമോഡൈനാമിക്സിൽ IC എഞ്ചിൻ, ഓക്കെ, അത് അടുത്ത സെമ്മിലായിരിക്കും.
അപ്പോൾ പിസ്റ്റൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനും ഏറ്റവും ലോവസ്റ്റ് പൊസിഷനും, അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം ഡെഡ് സെൻറ്ററും, അതായത് എക്സ്ട്രീം പൊസിഷൻസ്. അപ്പോൾ ഏറ്റവും മുകളിലത്തത് ടോപ്പ് ഡെഡ് സെൻറ്ററും താഴത്തത് ബോട്ടം ഡെഡ് സെൻറ്ററും എന്നാണ് പറയുക. സോ അപ്പോൾ ആ രണ്ട് പോയിന്റിൻ്റെ ഇടയിലും എത്ര വോളിയം ഉണ്ട്, അതായത് സിലിണ്ടറിൽ എത്ര വോളിയം ഉണ്ട് ബിറ്റ്വീൻ ടു ഡെഡ് സെൻറ്റേഴ്സ്, അതാണ് വോളിയം സ്വെപ്റ്റ് ബൈ ദ പിസ്റ്റൺ ഫ്രം ഇസ് ടോപ്പ് ഡെഡ് സെൻറ്റർ ടു ദി ബോട്ടം ഡെഡ് സെൻറ്റർ. അതിൻ്റെ ഇടയിലുള്ള സിലിണ്ടർ വോളിയം, അതിൻ്റെ ഇടയിൽ അപ്പോൾ മാക്സിമം ആ സിലിണ്ടർ വോളിയത്തിലേക്കായിരിക്കും നമുക്ക് സക്ഷൻ വോളിയം, അത്രത്തോളം എയറാണ് ഉള്ളിലേക്ക് കയറുക. പക്ഷെ അത്ര തന്നെ കയറുന്നില്ല, അതിനെക്കാട്ടി കുറച്ച് കുറവായിരിക്കും കയറുക. പക്ഷെ മാക്സിമം നമുക്ക് അത്രത്തോളം കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സക്ഷൻ വോളിയം നമ്മൾ V1 എന്നാണ്, ഇതിനെ V1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇത് VS സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ VS എന്നാണ്. സപ്പോസ് ആക്ച്വലി ഞാൻ ഫിഗർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു പിസ്റ്റൻ്റെ ബോട്ടം ഡെഡ് സെൻറ്റർ, ഇതാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എത്രത്തോളം വോളിയം കവർ ചെയ്തു, സിലിണ്ടറിൽ ഇത്രത്തോളം വോളിയം കവർ ചെയ്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് L ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് L ആണെങ്കിൽ, ഈ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ π/4 d², വേർ d is the dia of the cylinder, L is the length of piston stroke. ഓക്കെ, പിസ്റ്റൺ സ്ട്രോക്ക് ഞാനിവിടെ, അപ്പോൾ L പിസ്റ്റൺ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്, പിസ്റ്റൺ സ്ട്രോക്ക്. അപ്പോൾ എത്രത്തോളം ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്കുള്ള ലെങ്ത്താണ് L അല്ലെങ്കിൽ പിസ്റ്റൺ സ്ട്രോക്ക്. D എന്ന് വെച്ചാൽ ഡയ ഓഫ് സിലിണ്ടർ, VS എന്ന് പറയുന്നത് നമുക്ക് നമ്മളിപ്പോൾ പഠിച്ച വോളിയം സ്വെപ്റ്റ് ഓർ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വോളിയം എന്തായിരിക്കും, ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വെച്ചാൽ π/4 d² ഇൻറ്റു ലെങ്ത് ആയിരിക്കും. സോ ദിസ് വിൽ ബി ദി പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ്. നൗ വിൽ മൂവ് ടു ദി കംപ്രസർ കപ്പാസിറ്റി. കംപ്രസർ കപ്പാസിറ്റി എന്ന് പറയുന്നത് വോളിയം ഓഫ് ആക്ച്വൽ എമൗണ്ട് ഓഫ് എയർ പാസിംഗ് ത്രൂ ദ കംപ്രസർ ഇൻ യൂണിറ്റ് ടൈം. Volume of actual amount of air passing through compressor in unit time. അപ്പോൾ യൂണിറ്റ് ടൈം എന്ന് വെച്ചാൽ പെർ സെക്കൻഡ് ആണ്, പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയി പെർ സെക്കൻഡ് പറയുമ്പോൾ വോളിയം പെർ സെക്കൻഡ് ആണ്. വോളിയം പെർ സെക്കൻഡ് പറയുമ്പോൾ ഡിസ്ചാർജ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ കംപ്രസർ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു അല്ലേ, ക്ലാസിഫിക്കേഷൻ ഇവിടെ തിങ്ക് വി ഹാവ് ലേൺഡ് ഇൻ ക്ലാസിഫിക്കേഷൻ. അതായത് 0.15 m³ താഴെയാണ്, m³ താഴെയാണെങ്കിൽ ലോ കപ്പാസിറ്റി, മീഡിയം എന്ന് വെച്ചാൽ 0.15 to 5 m³/s, ഹൈ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 5 m³/s. 5 m³/s ആണ്. സോ m³/s മീൻസ് വോളിയം പെർ യൂണിറ്റ് ടൈമാണ്. സോ അതാണ് കംപ്രസർ കപ്പാസിറ്റി. നെക്സ്റ്റ് ക്ലിയറൻസ് സ്പേസ് ആൻഡ് ക്ലിയറൻസ് വോളിയം, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലിയറൻസ് സ്പേസ് എന്ന് വെച്ചാൽ യു ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ ദാറ്റ് ഇപ്പോൾ നമ്മളെ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ ഇവിടെ നിന്ന് താഴെ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് മൂവ് ചെയ്ത് ടോപ്പ് ഡെഡ് സെൻറ്റർ എത്തിക്കഴിഞ്ഞാലും ക്യാൻ സീ ഹിയർ ദാറ്റ് ദർ ഈസ് എ ഗ്യാപ്പ് ഹിയർ. ഇത്രയും വോളിയം പിന്നെയും ബാക്കിയുണ്ട് അല്ലേ, ഒരു ക്ലിയറൻസ് വോളിയം. ഈ വോളിയത്തിനാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുക. ക്ലിയറൻസ് വോളിയം അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാലും സിലിണ്ടറിൻ്റെ ഹെഡും ഈ പിസ്റ്റണും തമ്മിൽ പിന്നെയും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പാണ് ക്ലിയറൻസ് സ്പേസ് എന്ന് പറയുക. അതിൻ്റെ വോളിയം, അത് എത്രത്തോളം ആ വോളിയം ഉണ്ട് എന്നുള്ളത് ക്ലിയറൻസ് വോളിയം എന്ന് പറയും. ഓക്കെ, ക്ലിയറൻസ് വോളിയം. സോ ക്ലിയറൻസ് വോളിയം വെൻ ദ പിസ്റ്റൺ റീച്ചസ് ദ ടോപ്പ് ഡെഡ് സെൻറ്റർ, എഴുതണമെങ്കിൽ എഴുതാം. വെൻ ദ പിസ്റ്റൺ റീച്ചസ് top TDC, top dead center, there is a dead space between piston top and cylinder head എന്ന് വെച്ചാൽ സിലിണ്ടറിൻ്റെ ടോപ്പ് പോർഷൻ. ഇപ്പോൾ ഒരു ചെറിയൊരു ഡെഡ് സ്പേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് അവിടെ ഉണ്ട്.
ആ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്ലിയറൻസ് സ്പേസ്. ആൻഡ് ദ വോളിയം ഓഫ് ദാറ്റ് സ്പേസ് ഈസ് നോൺ ആസ് ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി സി എന്നാണ്, വി സി. സോ വി സി എന്ന് വെച്ചാൽ ക്ലിയറൻസ് സ്പേസ്, ക്ലിയറൻസ് വോളിയമാണ്. വി എസ് എന്ന് വെച്ചാൽ പിസ്റ്റൺ സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്നും പറയും. ഇതിനെ നമ്മൾ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്നും പറയും. സ്ട്രോക്ക് വോളിയം ഓർ സ്വെപ്റ്റ് വോളിയം, അങ്ങനെ പല പേരുണ്ട്. അപ്പോൾ വി എസ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. വി എസ് എന്താണ്, വി സി എന്താണ്, വി വൺ എന്താണെന്ന് മനസ്സിലായി. വി വൺ എന്ന് വെച്ചാൽ എന്താണ്, സക്ഷൻ വോളിയം, എത്രത്തോളം എയർ സക്ക് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിഗറിൽ ഇപ്പോൾ ഇതാണ് പ്രഷർ വോളിയം പി വി ഡയഗ്രാം. പി വി ഡയഗ്രാം വെച്ചാൽ ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മൾ ബി ഡി സി, ഏറ്റവും ബോട്ടം ഡെഡ് സെൻറ്ററിൽ പിസ്റ്റൺ ഉണ്ടാകുമ്പോൾ മാക്സിമം വി വൺ എന്നുള്ള വോളിയം സിലിണ്ടറിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഈ മൊത്തം വോളിയമാണ് വി വൺ. സക്ഷൻ വോളിയം. അതിൻ്റെ അകത്തേക്കാണ് നമുക്ക് വോളിയത്തിന്, അതിൻ്റെ അകത്തേക്കാണ് എയറിനെ സക്ക് ചെയ്യാൻ പറ്റുക അല്ലേ. ഇത്രയും വോളിയം നമുക്ക് അവൈലബിൾ ആണ്. അതാണ് വി വൺ എന്നുള്ള വോളിയം. വി വൺ നമ്മൾ കംപ്രഷൻ നടത്തി ഇങ്ങോട്ട് പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും, കംപ്രഷൻ നടത്തി വി ടു എന്നുള്ള വോളിയത്തിലേക്ക് എത്തും. വി ടു എന്നുള്ള വോളിയത്തിലേക്ക് എത്തും അല്ലേ. വി ടു എന്നുള്ള വോളിയത്തിലേക്ക് എത്തിയിട്ട് സപ്പോസ് ഇവിടെ കുറച്ചൊരു പകുതി എത്തുമ്പോൾ വി ടു എന്നുള്ള വോളിയം എത്തും. വി ടു എന്നുള്ള വോളിയത്തിൽ പ്രഷർ പി ടു, അതായത് ഔട്ട്പുട്ട് പ്രഷർ നമുക്ക് റിക്വയർഡ് പ്രഷർ പി ടുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ഈ ഡെലിവറി വാൾവ് ഓപ്പൺ ആകുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ, ആ പി ടു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും നമ്മൾ പിസ്റ്റൺ കുറച്ചും കൂടെ മൂവ് ചെയ്ത് വോളിയം കുറക്കും. പക്ഷെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആയിരിക്കും പി ടു എന്നുള്ള വോളിയത്തിൽ തന്നെ. അങ്ങനെ അത് എവിടെ എത്തി, പി ത്രീ എന്നുള്ള പ്രഷറിലേക്ക്, പി ത്രീ ഈസ് ഈക്വൽ ടു പി ടു ആണ്. അതുകൊണ്ട് പ്രശ്നമില്ല, പ്രഷർ വേരി ചെയ്യുന്നില്ല, വോളിയം പിന്നെയും കുറഞ്ഞു വോളിയം വി ത്രീയിലേക്ക് എത്തുമ്പോൾ ഈ വി ത്രീ ആണെന്ത്, ഈ ഏറ്റവും അറ്റത്ത് എത്തി, ടി ഡി സി എത്തി. വി ത്രീ എന്നുള്ള വോളിയം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള വോളിയമായിരിക്കും ഈ വോളിയം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ക്ലിയറൻസ് വോളിയമാണ്. സോ ദിസ് ഈസ് ദി ക്ലിയറൻസ് വോളിയം. ഇതാണ് ക്ലിയറൻസ് വോളിയം. അപ്പോൾ വി വൺ മൈനസ് വി ത്രീ ആണെന്ത്, വി വണ്ണിൽ ടി ഡി സി, വി വൺ എന്നുള്ള പൊസിഷനിൽ ബി ഡി സി ആയിരുന്നു, വി ത്രീ എന്നുള്ള പൊസിഷനിൽ ടി ഡി സി എത്തി. അപ്പോൾ ബി ഡി സി മൈനസ് ടി ഡി സി ആയിരിക്കും എന്ത്, സ്ട്രോക്ക് വോളിയം. അപ്പോൾ വി എസ് പ്ലസ് വി സി ആയിരിക്കും എന്ത്, വി വൺ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇത് ടോട്ടൽ വോളിയം, അതായത് വി വൺ എന്ന് പറയുന്നത് സക്ഷൻ വോളിയം, എത്രത്തോളം നമുക്ക് സിലിണ്ടറിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട്, സക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വി എസ് പ്ലസ് വി സി എന്നുള്ള വി വൺ എന്നുള്ള വോളിയം. അപ്പോൾ ഈ ക്ലിയറൻസ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിന്ന് വീണ്ടും പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കുറച്ച് അവിടെ ഗ്യാപ്പിലുണ്ടായത് കുറച്ച് എയർ വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും സക്ഷൻ നടക്കും. വി ഫോർ ടു വി വൺ എന്താണ്, സക്ഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, നൗ ലാസ്റ്റ് ഒരു ക്ലിയറൻസ് ഫാക്ടർ ഉണ്ട്. ക്ലിയറൻസ് ഫാക്ടർ ഓർ ക്ലിയറൻസ് റേഷ്യോ. ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുന്നത്, ക്ലിയറൻസ് റേഷ്യോ ഈസ് ഡിനോട്ടഡ് യൂസിങ് സി. സി ഈസ് നത്തിങ് ബട്ട് ക്ലിയറൻസ് വോളിയം ബൈ സ്വെപ്റ്റ് വോളിയം ആണ്. സ്വെപ്റ്റ് വോളിയത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ക്ലിയറൻസ് വോളിയം, അതാണ് ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വോളിമെട്രിക് എഫിഷ്യൻസി, ഈറ്റ വോൾ. Okay, theta wall is nothing but suction volume by stroke volume. അപ്പോൾ സക്ഷൻ വോളിയം എന്ന് വെച്ചാൽ എന്തായാലും വി വൺ ആണ്, സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ എന്താണ്, വി എസ് ആണ്. സോ വി വൺ ബൈ വി എസ് ആണ് എന്ത്, ഈറ്റ വോളിമെട്രിക് എഫിഷ്യൻസി. നമുക്ക് സക്ഷൻ വോളിയം വെച്ചാൽ മാക്സിമം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി സക്ഡ് ഇൻ ടു ദ സിലിണ്ടർ, ആൻഡ് സ്ട്രോക്ക് വോളിയം ഈസ് the distance with the volume swept from bottom dead center to top dead center or vice versa. അപ്പോൾ സക്ഷൻ വോളിയം എന്തായാലും കൂടുതലായിരിക്കും, സ്ട്രോക്ക് വോളിയം കുറവായിരിക്കും. കാരണം സക്ഷൻ വോളിയത്തിൽ സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം വന്നു അല്ലേ, സോ വിത്ത് ദിസ് അപ്പോൾ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ്, നമുക്ക് കംപ്രസേഴ്സിൻ്റെ ബേസിക്സും ഫങ്ഷൻസ്, ആപ്ലിക്കേഷൻസ്, ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിച്ചു. പിന്നെ അതിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്കിങ്ങും വേരിയസ് ടേംസും പഠിച്ചു. ഇനി
വർക്ക് ഡൺ ബൈ എ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വിത്തൗട്ട് കൺസിഡറിങ് ക്ലിയറൻസ് വോളിയം ആൻഡ് വിത്ത് കൺസിഡറിങ്. അപ്പോൾ ക്ലിയറൻസ് വോളിയം വേണമെന്ന് നിർബന്ധമില്ലാത്ത കേസസ് ഉണ്ട്, ക്ലിയറൻസ് വോളിയം ഇല്ലാത്ത റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സും ഉണ്ട്. ആ രണ്ട് ഡിഫറെൻറ്റ് കേസിലും നമുക്ക് വർക്ക് ഡൺ എത്രയാണെന്ന് കാണും, എന്നിട്ട് അതിൻ്റെ ബേസിൽ കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദിസ് ഐ ആം കൺക്ലൂഡിങ് ദിസ് സെഷൻ. താങ്ക് യു.